ഞാൻ അറിഞ്ഞോണ്ടല്ല, ഞാൻ മനഃപൂർവ്വമല്ല, പറ്റിപ്പോയതാ. ഈ പുലി വരുന്നേന്ന് വിചാരിച്ചിരുന്ന അവസാനം പുലി ശരിക്കും വന്നപ്പോ വിശ്വസിക്കാത്ത അവസ്ഥയായിരുന്നു. 7 ദിവസത്തെ ആ ഒരു എന്താ പറയണം, മറ്റേ സെൻട്രൽ ജയിലിൽ പൂട്ടിയിട്ട പോലത്തെ അവസ്ഥയായിരുന്നു. അതായത് നമ്മൾ ഇടുന്ന ഇന്നർ വെയറിൽ, നമ്മുടെ പാൻറ്റീസിൽ നമ്മൾ ഇത് ഒട്ടിച്ചു വെക്കും. ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്. ആൺകുട്ടികളെയാണോ പാഡ് വാങ്ങിക്കാൻ കടയിൽ പറഞ്ഞു വിടുന്നത്? നാണക്കേടല്ലേ ആൺകുട്ടികളെ പറഞ്ഞു വിടുന്നത്? ഒരു പ്രാവശ്യമെങ്കിലും പീരീഡ്സ് ആവണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കാണ് ഞാൻ. ഓടിയപ്പോഴേക്കും ഇവള് കാല് തെറ്റി വീണപ്പോ നിറച്ച് മെറ്റൽ കിടപ്പുണ്ടായിരുന്നു. ഈ മെറ്റൽ ഇവളുടെ തലയിലേക്ക് കുത്തിക്കേറി നായിമാരെല്ലാരും കൂടി ഒരു ബാത്റൂമിൽ നമ്മളെ നിർത്തി കുളിപ്പിക്കുന്നത്. തൊലി ഉരിഞ്ഞു പോകും. അത്രയും കട്ടിലേക്ക് അമന്ന് കിടക്കുവാ നാണം കാരണം. ഞാൻ ഒരു മനുഷ്യനെ നോക്കുന്നില്ല. എല്ലാരും വന്ന് എടി തത്ത. എന്റെ മോനെ ഈ കാര്യം അറിഞ്ഞിട്ട് ഞാൻ സൂര്യ ഉറങ്ങിയിട്ട് പോലുമില്ല. ഞങ്ങൾക്ക് അവളുടെ വീട്ടിലേക്ക് പോകാൻ പേടിയായി. ഇതെന്തോ വലിയ സംഭവമാണ്, എന്തോ അവൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഉടനെ എന്റെ മാമി എവിടെ പോണു ഇങ്ങോട്ട് വന്ന് വീട്ടിൽ കയറെന്നും പറഞ്ഞ് എന്നെ ഓടിച്ച് വീട്ടിലേക്ക്. ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എൻ്റെ ആദ്യത്തെ മെൻസ്ട്രൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. മെൻസ്ട്രേഷൻ എന്ന് പറയും, ഇതിനെ പീരീഡ്സ് എന്നും ഒക്കെ പറയും. മലയാളത്തിൽ നമ്മൾ ആർത്തവം എന്ന് പറയും. അപ്പൊ അയ്യോ ഇതിനെക്കുറിച്ചൊക്കെയാണോ പറയാൻ പോകുന്നത്? അയ്യോ നാണമില്ലേ ഇതൊക്കെ ഇങ്ങനെ വന്ന് പറയാമോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ മാത്രമല്ല, പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ്. അതായത് എന്താ പറയാ, ഏറ്റവും നമ്മൾ എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണല്ലേ. ആൺകുട്ടികൾ പെൺകുട്ടികൾ അങ്ങനെയൊന്നും ഒരു വേർതിരിവില്ലാണ്ട് പെൺകുട്ടികളെക്കാൾ ഒരുപടി കൂടുതൽ ആൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത് മുഴുവൻ. കാരണം ആൺകുട്ടികൾ ഭാവിയിൽ ഇനി ഒരു ഭർത്താവേണ്ടതാണ്, ഒരു അച്ഛനാവേണ്ടതാണ്, കുറെ റോൾസ് ഒക്കെ കൈകാര്യം ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മുടെ ആൺകുട്ടികൾ. അപ്പൊ അവർ ഇതിനെപ്പറ്റിയൊക്കെ പെൺകുട്ടികൾക്ക് എന്തായാലും അനുഭവിച്ച് കഴിയുമ്പോൾ ഇതാണ് സംഭവം എന്ന് മനസ്സിലാവും. പക്ഷെ ആൺകുട്ടികൾക്ക് എത്ര നാൾ പിടിച്ചാലും ഈ കാര്യങ്ങളൊന്നും ഇപ്പോഴും അറിയാത്ത ഒരുപാട് വലിയ ആൺകുട്ടികൾ വരെ ഉണ്ട് ഇപ്പോഴും ഇതിനെപ്പറ്റിയൊക്കെ. ഇത് എന്താ സംഭവം, ഇതൊന്നും വീട്ടില് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ, എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ, എനിക്കറിയില്ലല്ലോ. ഇപ്പൊ കാലം ഒരുപാട് മാറി, ഇപ്പൊ എല്ലാവർക്കും ഒക്കെ അറിയാം. എന്നാലും അറിയാൻ മേലാത്ത ഒരുപാട് പേരുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പൊ ഞാൻ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാം. എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വൻ കോമഡിയാണ് കേസ്. അപ്പോൾ ആർത്തവം എന്താണ്, പീരീഡ്സ് എന്ന് ആദ്യം പറഞ്ഞുതരാം. വേറൊന്നുമല്ല, നമ്മൾ കളിച്ച് തുള്ളി എന്താ തുമ്പിയുടെ പുറകെയും പൂമ്പാറ്റയുടെ പുറകെയും സാറ്റിനിപ്പാത്ത് കളിച്ചും കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ച് ആടിപ്പാടി നടക്കണ പ്രായമാണല്ലേ ഒരു വയസ്സ് മുതലെന്ന് പിച്ച് വെച്ച് നടക്കാൻ ഒരു വയസ്സ്. അത് തെറ്റിപ്പോയി കേസ്. ഒരു 4-5 വയസ്സ് മുതൽ ഒരു എന്താ പറയുക, ഒരു 10, 12, 13 വയസ്സ് വരെ. ഈ 12, 13 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആർത്തവം വരുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ 16, 17 വയസ്സൊക്കെ ആകുമ്പോഴായിരുന്നു കേട്ടോ സത്യത്തിൽ ഈ ആർത്തവം വരുന്നത്, പീരീഡ്സ് ആവുന്നത് പെൺകുട്ടികൾ. അപ്പൊ പെൺകുട്ടികൾ മാത്രമേ പീരീഡ്സ് ആവുള്ളൂ, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഗർഭപാത്രം ഉള്ള ആൾക്കാർ മാത്രമേ പീരീഡ്സ് ആവുള്ളൂ. നമ്മൾ പെൺകുട്ടികൾക്ക് അമ്മയാകാൻ ദൈവം അറിഞ്ഞ് അനുഗ്രഹിച്ച ഒരു എന്താ പറയാ, നമ്മുടെ ശരീരത്തിലൊരു അവയവം പോലെ തന്നെയാണ് ഈ യൂട്രസ്, ഗർഭപാത്രം. അപ്പൊ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ പീരീഡ്സ് എന്ന് പറയുന്നത്. പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞു വേറെയിലേക്ക് പോകും. പക്ഷെ ഇന്നത്തെ കാലത്ത് 10 വയസ്സ് 9 വയസ്സുള്ള പെൺകുട്ടികൾ വരെയും പീരീഡ്സ് ആവുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ വ്യത്യാസം, അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ. പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ, ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും. അതൊക്കെ കൊണ്ടാണ് 9, 10 വയസ്സ് മുതൽ തന്നെ പെൺകുട്ടികൾ വേഗം പീരീഡ്സ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 4ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ ഒരു 3, 4ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ പെൺകുട്ടികൾ ഇതിനെപ്പറ്റി ചെറിയ രീതിയിൽ അറിഞ്ഞു തുടങ്ങേണ്ടതാണ്. നമ്മുടെ വീട്ടിലുള്ളവര്, മുതിർന്നവര്, അമ്മയാണെങ്കിലും അമ്മുമ്മയാണെങ്കിലും ഒക്കെ ഇതിനെപ്പറ്റി ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകാൻ തുടങ്ങും. നമുക്ക് ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ചില ഹോർമോൺസിലൊക്കെ നല്ല ചേഞ്ച് ഉണ്ടാകാൻ തുടങ്ങും. ഈ ഒരു 10, 11 വയസ്സ് ആ ഒരു പ്രായമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഗർഭപാത്രത്തിൽ ഈ ഒരു കട്ടിയുള്ള ഒരു ലെയർ രൂപപ്പെടുകയും അമ്മയാവുന്നില്ല, ഗർഭിണി ആവുന്നില്ല എന്നൊരു സ്റ്റേജ് വരുമ്പോൾ ഈ പറയുന്ന ഈ എൻഡോമെട്രിയം, ഈ തിക്കായിട്ടുള്ള ലൈൻ എന്ത് ചെയ്യുന്നു, പൊട്ടി പുറത്തേക്ക് വരുന്നു. അപ്പോൾ ബ്ലഡ് ആയിട്ട് ചോരയുടെ രൂപത്തിലാണ് ഇത് പൊട്ടി പുറത്തേക്ക് വരുന്നത് അല്ലേ. ഫസ്റ്റ് പീരീഡ്സിന് ശേഷം പിന്നെ എല്ലാ മാസവും വിരുന്നുകാരെ പോലെ ഇവർ വന്നുകൊണ്ടിരിക്കും അല്ലേ. എല്ലാ മാസവും നമുക്ക് ഈ പീരീഡ്സ് ഉണ്ടാവും. ചില കുട്ടികൾക്കാണെങ്കിൽ അസഹനീയമായ വയറുവേദനയായിരിക്കും. വയറുവേദന, തലവേദന, മുട്ട്, കാല് കഴപ്പ്, ഭയങ്കര കാലുവേദന, അങ്ങനെ പല പല ഇതുള്ള കുട്ടികളുണ്ടാവും. ചിലവർക്ക് ഒരു വേദനയില്ലാത്ത ആൾക്കാരുണ്ട്. ശരിക്കും അതൊരു ഭാഗ്യമാണ് കേസ്. ഒരു വേദനയില്ലാത്ത ഒരു 100-ൽ ഒരു 10% പേർക്കൊക്കെ ഒരു വേദനയും ഇല്ലാത്ത ആൾക്കാർ
ആൾക്കാരുണ്ടാവുള്ളൂ. ബാക്കി ഈ പറയുന്ന 90% പെൺകുട്ടികൾക്കും ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന പീരീഡ്സ് ആവുന്ന സമയത്ത് നല്ല വേദന ഉണ്ടായിരിക്കുന്നു. പീരീഡ്സ് ആവുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് ചേഞ്ച് കാരണം നമ്മുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരാൻ തുടങ്ങും. നമുക്ക് ഭയങ്കരമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെയും ഭയങ്കരമായിട്ട് സങ്കടം വരാൻ തുടങ്ങും. നമുക്ക് ദേഷ്യം, ചെറിയ കാര്യങ്ങൾ വരെ നമുക്ക് ഭയങ്കര ദേഷ്യമായിട്ട് വരാൻ തുടങ്ങും. നമുക്ക് തന്നെ മനസ്സിലാവില്ല ഞാൻ എന്തിനാ വെറുതെ ഈ കാര്യത്തിനൊക്കെ നമ്മൾ വെറുതെ എന്തിനാ ഞാൻ ടെൻഷൻ അടിക്കണത്, ഞാൻ വെറുതെ എന്തിനാ കരയണത്, ഞാൻ അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അമ്മയോട് അങ്ങനെ പറയണ്ടായിരുന്നു, അച്ഛനോട് അത്രയും പറയണ്ടായിരുന്നു, ദേഷ്യപ്പെടേണ്ട, ഞാൻ കൂട്ടുകാരികളോട് ക്ലാസ്സിൽ വെച്ച് എന്തിനാ വെറുതെ അത്രയും ദേഷ്യപ്പെട്ടത്. സംഭവം ഇത് തന്നെയാണ്. നമ്മൾ ആ പീരീഡ്സ് ആവുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മുടെ ബോഡി അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. നമുക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും കരച്ചിലും ഒക്കെ വരും. മൂഡ് സ്വിങ്സ് എന്ന് പറയും, മാറി മാറി വരും. എന്താണ് നമുക്ക് സംഭവിക്കണമെന്ന് നമുക്കൊരു ബോധം ഉണ്ടായില്ല കേസ്. അങ്ങനെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഒരു പെൺകുട്ടി ഒരു അമ്മയാവുന്നത്, ഒരു കുഞ്ഞിനെ ഗർഭിണിയാവുന്നതും പ്രസവിക്കുന്നതും ഒക്കെ അല്ലേ. അപ്പം നമുക്ക് ദൈവം തന്ന എന്തോ ഒരു വരദാനമാണ് നമ്മുടെ ഈ പീരീഡ്സ് എന്ന് പറയുന്നത്. ഒരു അമ്മയാവാൻ പറ്റുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമാണ്, ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ദൈവം പീരീഡ്സ് ആയിട്ട് ആദ്യ സൂചന തരുന്നത്. അങ്ങനെ നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇനി ആൺകുട്ടികൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം പറഞ്ഞുതരാം. പണ്ടൊക്കെ ഞാൻ പഠിക്കണ സമയത്ത്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കണ സമയത്ത് ഈ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ദൈവമേ, ഇപ്പോഴൊക്കെ കുറേ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ പറയുകയാണ്, ഞങ്ങളൊക്കെ പഠിക്കണ സമയത്ത് ഭയങ്കര നാണക്കേടുള്ള കാര്യമാണിത്. നാണക്കേടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര അറപ്പും വെറുപ്പോടെ നോക്കുന്നൊരു കാര്യമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ നമ്മുടെ ഫ്രണ്ട്സിന് ആൺകുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി ഒരു അറിവും തന്നെ ഒരു അറിവും ഇല്ലാത്തവരായിരിക്കും. അറിയായിരിക്കും എന്താണ് ഈ സംഭവം എന്ന് മാത്രം ചിലപ്പോൾ അറിയായിരിക്കും. പക്ഷേ ഇത് ഒരു എന്താ പറയുക, നല്ല രീതിയിലുള്ള ഒരു അറിവ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. വീട്ടിലെ അമ്മമാരോടാണെങ്കിലും അച്ഛന്മാരോടാണെങ്കിലും ആരോടും ഇത് ചോദിക്കാൻ മടിയായിരിക്കും. അതിപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഇതിനെപ്പറ്റി ചോദിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ, ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പറഞ്ഞുതരാ ഇത് മറ്റാണ് കേട്ടോ സംഭവം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ ഒരു അറിവായിരിക്കും ഈ ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ഇപ്പം ഇവരെന്ത് ചെയ്യും, ഏതെങ്കിലും പെൺകുട്ടികൾ സ്കൂളിൽ വെച്ചെങ്ങാനും ഈ പീരീഡ്സ് ആയി പോവുകയാണെങ്കിൽ, ഇപ്പോൾ ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ നമ്മുടെ ഡ്രസ്സിലൊക്കെ പറ്റുവാണെങ്കിൽ ഇത് കാണുവാണെങ്കിൽ കളിയാക്കും അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ അബദ്ധത്തിൽ ഇവരുടെ ബാഗൊക്കെ തുറന്നു നോക്കുമ്പോൾ ഈ പാഡ്സ്, ഈ വിസ്പർ, അങ്ങനെ സ്റ്റേ ഫ്രീ അങ്ങനത്തെ സാധനങ്ങളും കാണുവാണെങ്കിൽ ആൺകുട്ടികൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ വലിയ കാര്യം പോലെയാണ്. ഉടനെ ചെന്ന് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുത്ത് എടാ അവളുടെ ബാഗ് അതുകൊണ്ടാ, ഇന്ന് അപ്പം അവളാണ് കേട്ടോ, അവൾ ഇതായിരുന്നു പീരീഡ്സ് ആയിരിക്കുവാണ്, അവൾ അങ്ങനെയാണ്. പിന്നെ എല്ലാവരും കൂടി അവളെ വേറൊരു രീതിയിലൊക്കെ ഇരിക്കും നോക്കണത് ഉള്ളൂ. അപ്പം ഇനി എൻ്റെ കഥ പറയാം, നിങ്ങൾക്ക് അതാണല്ലോ കേൾക്കേണ്ടത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സൂര്യ, ഞാനും സൂര്യയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേസ്. അപ്പോൾ ഞങ്ങളുടെ വീട് തൊട്ടടുത്താണ്. എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവളും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവളുടെ പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, അവളാണ് കഥയിലെ മെയിൻ ആൾ, അതുകൊണ്ടാണ് ഞാൻ അവളുടെ പേര് പറയുന്നില്ല. ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ സൂര്യയുടെ അച്ഛനൊക്കെ ആണെങ്കിൽ അമ്പലത്തിലൊക്കെ ജോലിയാണ്. അപ്പോൾ സൂര്യയുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിൽ സൂര്യക്ക് ചേച്ചിയുണ്ട്, ചേച്ചിയൊക്കെ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ അവളുടെ അമ്മ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇവർക്ക് സോഫയിലൊന്നും ഇരിക്കാൻ പറ്റില്ല, കട്ടിലേക്ക് കിടക്കാൻ പറ്റത്തില്ല, റിമോട്ടൊന്നും എടുക്കത്തില്ല, ഇവളെ ഒന്നും തൊടിയും പിടിക്കുകയും ഒന്നും ചെയ്യത്തില്ല. അവളല്ല ചേച്ചി, എല്ലാത്തിലും ഒരു ഇങ്ങനെ ഇത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളാണ്, നമ്മൾ ചെറുതാ, ഞാൻ സൂര്യൻ ചെറുതാ, എന്താണ് തൊടാത്തത്, എന്താണ് എടുക്കാത്തത്, എന്താ സോഫയിൽ ഇരിക്കാത്ത, എന്താ ചേച്ചി എന്താ കട്ടിലിരിക്കാത്ത, എന്താ പായിട്ട് നിലത്ത് കിടക്കണ, എന്താ എല്ലാ വീട്ടിലും അങ്ങനെയാണെന്ന് അറിയില്ല. അവളുടെ അച്ഛൻ അമ്പലത്തിൽ ജോലിയായിരുന്നു, അപ്പൊ അവര് കുറച്ചുകൂടി ആ രീതിയിൽ കുറച്ചുകൂടി അങ്ങനെ ശ്രദ്ധിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്കും അറിയില്ല സംഭവം എന്താന്ന്, എനിക്കും അറിയില്ല. അപ്പൊ എനിക്കൊരു അനിയനാണുള്ളത്, അവൾക്ക് ചേച്ചിയുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഈ മറ്റേ ഇൻവെസ്റ്റിഗേഷൻ നടത്തണ പോലെയാണ്. ഞാനും അവളും ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അന്നൊന്നും ഫോണില്ല, ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് എല്ലാവർക്കും ഫോണുണ്ട്, ഇതുപോലെ നല്ല രീതിയിൽ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനെപ്പറ്റി എൻ്റെ ഉമ്മീനോട് ചോദിച്ചാലും അവളുടെ അമ്മേനോട് ചോദിച്ചാലും അവളുടെ ചേച്ചിനോട് ചോദിച്ചാലും ഞങ്ങൾ ആരോട് സംശയം ചോദിച്ചാലും ആരും പറഞ്ഞു തരത്തില്ല. പിന്നെ അതൊന്നും പിള്ളേർ അറിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പോ അതൊക്കെ ഭയങ്കര അങ്ങനെയുള്ള കാര്യമാണ്. ആ സമയത്ത് എല്ലാവരും അങ്ങനെയല്ലേ വിചാരിക്കണം, അതൊന്നും പിള്ളേർ അറിയേണ്ട കാര്യമല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓടിച്ചുവിടും. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു തരത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, ഞങ്ങൾ 5ാം ക്ലാസ്സിലായപ്പോൾ ഞങ്ങളുടെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൾ കുറച്ച് ദിവസം ക്ലാസ്സിൽ വരുന്നില്ല. അപ്പം ഞാൻ സൂര്യടി അവളെന്താടി വരാത്ത, എന്താണെന്നറിയില്ല. ആ സമയത്തേക്ക് ഇതുപോലെ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പനിയാണെന്നാണ് പറയണത്. ടീച്ചറെ അവൾക്ക് പനിയാണ്, അതാണ് അവൾ വരാത്തത്, അങ്ങനെയാണ് എല്ലാവരും പൊതുവേ പറയുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം, അതുപോലും പീരീഡ്സ് ആണെന്ന് പോലും പുറത്ത് പറയാൻ എല്ലാവരും മടിക്കുന്നൊരു സമയമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ ചെന്നപ്പോൾ ഈ വലിയ ആൾക്കാരുടെ സംസാരത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ആ കൂട്ടുകാരി പീരീഡ്സ് ആയിരിക്കുവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആദ്യമായിട്ട് പീരീഡ്സ് ആവാണ്. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് അവളാണ് പീരീഡ്സ് ആവുന്നത് കേട്ടോ. എൻ്റെ മോനെ ഈ കാര്യം അറിഞ്ഞിട്ട് ഞാൻ സൂര്യ ഉറങ്ങിയിട്ട് പോലും ഇല്ല. ഇത് ഇവളെ കാണൂല, എന്ത് ചെയ്യും, ഏത് നേരവും അവളുടെ വീട്ടിൽ ഓടിക്കളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ആൾക്കാരാ.
ഞങ്ങൾക്ക് അവളുടെ വീട്ടിലേക്ക് പോകാൻ പേടിയായി. ഇതെന്തോ വലിയ സംഭവമാണ്, എന്തോ അവൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അവൾ പീരീഡ്സ് ആയെന്ന് മനസ്സിലായി. പക്ഷെ ഇത് എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. ഇത് എന്താണ് ഈ പീരീഡ്സ് ആവുന്നതെന്ന് പറയണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ എന്നാലും ഇവളൊന്ന് കാണണം, എന്താണ് സംഭവം എന്ന് ഇവളോട് ചോദിക്കണം. എന്തായാലും അവളായിട്ടുണ്ടല്ലോ, ഇനി അവള് നമുക്ക് പറഞ്ഞു തരുമല്ലോ. ബാക്കി എല്ലാവരോടും ചോദിക്കുമ്പോൾ എല്ലാവരും നമ്മൾ ഓടിച്ചിടുന്ന പോലെയല്ല. അവള് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അവൾ എന്താണെങ്കിലും പറഞ്ഞു തരും. ഇടി എങ്ങനെയെങ്കിലും അവളെ കാണാം, ഇങ്ങനെ കാണും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവളുടെ വീട്ടിലേക്ക് എങ്ങനെ പോകും, തൊട്ടപ്പുറത്താ വീട്, എന്നാലും പോകൂല പേടിച്ചിട്ട്. എങ്ങനെ പോകും, എന്ത് പേരും പറഞ്ഞു പോകും. അപ്പം എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും വിടൂല, അവളുടെ വീട്ടിൽ നിന്നാണെങ്കിലും അവളുടെ വീട്ടിലേക്ക് വിടില്ല. കാരണം ഈ ഫസ്റ്റ് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഒരു 7 ദിവസം ഉണ്ടല്ലോ, 7 ദിവസം നമ്മളെ മറ്റേ ഓരോ നല്ല നല്ല ഫ്രൂട്ട്സ് ഒക്കെ തന്ന് നല്ല ആഹാരങ്ങളൊക്കെ തന്ന് ഒരു മുറിയിൽ ഇരുത്തുമല്ലോ. ആരെയും കാണിക്കുകയൊന്നുമില്ല, ചിലപ്പോൾ മഞ്ഞളൊക്കെ തേച്ച് അങ്ങനെ സുന്ദരി മണികളായിട്ട് അങ്ങനെ ഇരുത്തുമല്ലോ. അപ്പോൾ ഒരു ദിവസം 5ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോൾ എന്തോ ഈ ഹിന്ദിയുടെ പരീക്ഷയില്ലേ, അത് നവോദയ പരീക്ഷ, എന്തോ സുഗമ ഹിന്ദി പരീക്ഷ, എന്തോ ഒരു ഹിന്ദിയായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പരീക്ഷ വന്നു. അപ്പോൾ എല്ലാവരും അത് എഴുതണമെന്ന് ഇങ്ങനെ ടീച്ചർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് എന്തോ ഹോൾ ടിക്കറ്റ് എന്തോ ഒരു നമ്പർ ടീച്ചർ തന്നു, പരീക്ഷയുടെ നമ്പറോ എന്തോ ഒരു സംഭവം തന്നു കേട്ടോ. അപ്പം ഇവളുടെ നമ്പർ കിട്ടി. അപ്പം ഇവള് വന്നിട്ടില്ല, ഇവള് ഇങ്ങനെ പീരീഡ്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ തലയിൽ ആ ബുദ്ധി ഉദിച്ചത്. ഈ നമ്പർ ഇവളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനാണ്, ഇത് ടീച്ചർ കൊടുക്കണമെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് നമുക്ക് കൊണ്ട് കൊടുക്കാടി. അപ്പോഴത്തേക്ക് നമുക്ക് അവളെ കാണാമല്ലോ എന്തൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞേ. അങ്ങനെ വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഉമ്മീനോട് പറയണം, ഉമ്മി പരീക്ഷയാണ്, മറ്റേ സുഗമ ഹിന്ദിയുടെ പരീക്ഷയാണ്, അപ്പോൾ അതിൻ്റെ ഹോൾ ടിക്കറ്റ് നമുക്ക് നമ്പർ തന്നിട്ടുണ്ട്, ഇത് ആ കൂട്ടുകാരിയുടെ നമ്പറാണ്, ഇത് അവളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. ഇത് കുറച്ച് ദിവസമായിട്ട് വന്നിട്ടില്ലല്ലോ, അപ്പോൾ ഈ പരീക്ഷയെ പറ്റി കുറച്ച് കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. ചിലപ്പോൾ ഉമ്മി പറഞ്ഞാലോ നമ്പർ ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്നെങ്ങാനും പറഞ്ഞാൽ പണി പാളിയില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പരീക്ഷയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട്, ഞങ്ങളൊന്നുകൊണ്ട് ഈ നമ്പർ ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ കൊണ്ട് കൊടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. ശരി, വേഗം പോയിട്ട് വേഗം വന്നെ അവിടെ കളിച്ച് ചിരിച്ച് നിൽക്കുകയൊന്നും ചെയ്ത് പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓടി സൂര്യയുടെ വീട്ടിൽ ചെന്ന് എടി വാടി സക്സസ്, ഉമ്മി സമ്മതിച്ച് പോകാൻ സമ്മതിച്ചെന്നൊക്കെ പറഞ്ഞ് സൂര്യയുടെ അമ്മയെ സമ്മതിച്ച് ഞങ്ങൾ ചെല്ലുവാണ്. ചെന്നപ്പോൾ ഇവള് പീരീഡ്സ് ആയിട്ട് 7ാമത്തെ ദിവസമാണ്, ഇവളുടെ കുളി നടക്കുകയാണ്. പീരീഡ്സ് ആയി 7ാമത്തെ ദിവസം ആകുമ്പോൾ ഒരു ചെറിയ ചടങ്ങ് പോലെ എല്ലാവരുടെയും വീട്ടിൽ നടത്തും. ഇന്നത്തെ കാലത്ത് അങ്ങനെ നടത്തുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. എന്നാലും ഒട്ടുമിക്ക വീട്ടുകളിലും നമ്മുടെ ആ സമയത്തൊക്കെ നടത്തുമായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്തുള്ള ബന്ധുക്കളെ അടുത്തുള്ള അയൽവക്കക്കാരെയും വിളിച്ച് മാത്രം ചെറിയൊരു പരിപാടിയായിട്ട് നടത്തും. അപ്പം ഞാനും സൂര്യയും കൂടി ചെന്നിട്ട് ഈ വേലിയുടെ അവിടെ ഒളിച്ച് നിൽക്കുക. ഇവളുടെ വീട്ടിൽ എന്താണ്, ആരൊക്കെയുണ്ട്, എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് നമ്മൾ ആദ്യം അറിയണമല്ലോ. അപ്പം നോക്കുമ്പോഴത്തേക്കും കുറച്ച് ബന്ധുക്കളുണ്ട്, പെണ്ണുങ്ങളാണ് കൂടുതൽ, ഈ ചടങ്ങിന് കൂടുതലും പെണ്ണുങ്ങളായിരിക്കുമല്ലോ. ഇവളെ ഒരു തോർത്തൊക്കെ ഉടുപ്പിച്ചിട്ട് നിലവിളക്കൊക്കെ പിടിപ്പിച്ച് മുടിയൊക്കെ കെട്ടി കരിയാണ്, കൺമഷി ഇങ്ങനെ വാലിട്ട് എഴുതി വെച്ചേക്കുവാ, നല്ല നീളത്തിൽ വാലിട്ട് കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ കെട്ടി ഒരു മുണ്ട് പോലത്തെ എന്തോ സാധനമാണ് കേട്ടോ. മുണ്ടൊക്കെ ഉടുപ്പിച്ച് സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ട് നെക്ലസ് വള അതൊക്കെ എല്ലാം ഇട്ട് ഈ വിളക്കൊക്കെ പിടിപ്പിച്ച് ഇവളുടെ ബന്ധുക്കളും ഇവളുടെ അമ്മയൊക്കെ ഇങ്ങനെ വലം വെപ്പിക്കുകയാണ്, വീടിനെ ഇങ്ങനെ വലം വെപ്പിച്ച് കൊണ്ടുവന്നാണ്. ഇവളകത്തേക്ക് കയറുന്നത് എന്തോ കണ്ടോണ്ടാണ് ഞങ്ങൾ ചെന്നത്. അപ്പൊ ശരിക്കും ഞങ്ങൾ ഇവളെ കണ്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ചെന്നിട്ട് വിളിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ടോപ്പും പാവാടയൊക്കെ ഇട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഈ സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് മുല്ലപ്പൂ എന്തൊക്കെ ഇവള് വെച്ചിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ട് ഇവള് എടി വാ അൻസേ വാ സൂര്യ വാ എന്നൊക്കെ പറഞ്ഞ് ഇവള് വന്ന് സിറ്റ് ഔട്ടി നിൽക്കുകയാണ്. അത്രയും ദിവസം ഞങ്ങളുടെ കൂടെ കളിച്ചോണ്ട് നടന്ന ആളാണ്. ഇവളെ കണ്ടിട്ട് ഞാനും സൂര്യയാണെങ്കിൽ വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവള് തന്നെയാണോ? ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആള് ശരിക്കും മാറിപ്പോയി. കുറച്ച് നിറമൊക്കെ വെച്ച് കുറച്ച് തുടുത്ത് ആ ഒരാഴ്ച പുറത്തിറങ്ങാണ്ട് നല്ല ഫ്രൂട്ട്സ് നല്ല അങ്ങനെയുള്ള ആഹാരങ്ങൾ, മുട്ട പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രമല്ലേ കഴിപ്പിക്കണുള്ളൂ. കളിക്കുന്നില്ല, പുറത്തിറങ്ങുന്നില്ല. ആള് സുന്ദരിയായി പുതിയ ഉടുപ്പിട്ടൊക്കെ കണ്ട് ഞാനും സൂര്യയാണെങ്കിൽ എന്തിനാ വന്നേന്ന് പറയാൻ കാര്യം മറന്നുപോയി. ഞങ്ങളിങ്ങനെ അവളെ നോക്കി തന്നെ നിൽക്കുക. അപ്പൊ അവളുടെ അമ്മ പറയുന്നുണ്ട് കയറി, എല്ലാവരും പറയുന്നുണ്ട് കയറിയിരിക്കും. ഞങ്ങൾ കയറില്ല. കാരണം എന്താ പറഞ്ഞത്, നമ്പർ കൊണ്ട് കൊടുത്തിട്ട് വേഗം. ഇപ്പൊ എൻ്റെ ഉമ്മയാണെങ്കിലും സൂര്യയുടെ അമ്മയാണെങ്കിലും അങ്ങനെ പറയാൻ കാരണം അവൾ ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പൊ ഞങ്ങൾ എന്ന് കഴിഞ്ഞാൽ കളിക്കാൻ അവൾ ഇറങ്ങി വരികയും പിന്നെ ഓടിക്കളിയും ബഹളവും അങ്ങനെയൊന്നും വേണ്ട, അവൾ റെസ്റ്റ് എടുക്കേണ്ട ടൈം അല്ലേ എന്ന് വിചാരിച്ചാണ് അവര് നിങ്ങൾ അവിടെ പോവാ കൊടുക്കുക തിരിച്ചു വരിക എന്ന് പറഞ്ഞത്. അങ്ങനെ ഇത് കൊടുത്തു, ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് എൻ്റെ സൂര്യയുടെ ഒരു മാനസികാവസ്ഥ. അപ്പൊ ഞങ്ങളുടെ വിചാരം എന്താ, എടീ സംഭവം ഇതാണ്, ഈ പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നല്ല ഫുഡ് കിട്ടും, നല്ല ഉടുപ്പൊക്കെ കിട്ടും, സ്വർണ്ണമാല സ്വർണ്ണവള കുറേ ഓർണമെന്റ്സ് ഒക്കെ കിട്ടും. അവളെ കണ്ടില്ലേ, അടിപൊളി, ഇത് തന്നെ സംഭവം. മനസ്സിലായി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എൻ്റെ ഉമ്മീനോടാണെങ്കിലും അവളുടെ അമ്മയോടും നിങ്ങൾ ഇത്ര നാൾ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്, സംഭവമൊക്കെ മനസ്സിലായി. കുറേ ഉടുപ്പ് കിട്ടും, കുറേ ഫ്രൂട്ട്സ് കിട്ടും, കുറേ ലഡുവും ജിലേബിയും കുറേ സാധനങ്ങൾ കിട്ടും. ഇതാണ് സംഭവം, ഇതാണ്. പിന്നെ എനിക്ക് ദൂരേക്കും എങ്ങനെയെങ്കിലും ഒന്ന് പീരീഡ്സ് ആയാൽ മതി.
പീരീഡ്സ് ആവണേ എപ്പോഴും ഒന്നും ആണ്ട, എല്ലാ മാസവും ഒന്നും ആണ്ട, ഒരു പ്രാവശ്യമെങ്കിലും. ഈ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ്, ഇതുപോലെ ഇപ്പൊ അവളെ പോലെ നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും പീരീഡ്സ് ആവണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കാണ് ഞാനും സൂര്യൻ കൂടി. അങ്ങനെ അപ്പൊ 5ാം ക്ലാസ്സിൽ വെച്ചാണ് ആ കൂട്ടുകാരിയായത്. പിന്നെ 6ാം ക്ലാസ്സിലായി, ഞങ്ങളാവുന്നില്ല. 7ാം ക്ലാസ്സിലായപ്പോ ഇനിയാണ് എന്റെ സ്റ്റോറി വരുന്നത് ഗൈസ്. ഇത്ര നേരം പറഞ്ഞത് എന്റെ കൂട്ടുകാരിയുടെ സ്റ്റോറിയാണ്. അങ്ങനെ 5ാം ക്ലാസ് കഴിഞ്ഞു, 6ാം ക്ലാസ് കഴിഞ്ഞു, 7ാം ക്ലാസ്സിലായി. 7ാം ക്ലാസ്സിലേക്ക് ആയപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലായി കേട്ടോ. അതായത് ഇങ്ങനെ എല്ലാ മാസവും പീരീഡ്സ് ആവും. അപ്പൊ ഇവള് എല്ലാ ദിവസവും സ്കൂളിൽ വരും, ഇവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ അവൾ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എടി ഇങ്ങനെയൊക്കെയാണ് കാര്യം, നമുക്കിങ്ങനെ ബ്ലഡ് വരും, എല്ലാ മാസവും നമുക്ക് ബ്ലഡ് വരും എന്നൊക്കെ പറഞ്ഞാൽ അവളിങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പൊ വയറുവേദന ഉണ്ടാവും, ഭയങ്കരമായിട്ട് വയറുവേദനയാടി. ഇപ്പൊ ഇവളാണെങ്കിൽ ആവണ്ടായിരുന്നു. ഇവളെപ്പോഴും ഇങ്ങനെ ഇതിനെപ്പറ്റി സങ്കടപ്പറച്ചില്ല പണി. പക്ഷെ ഞാൻ സൂര്യയൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ആയാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു വേദന നമുക്കറിയില്ലല്ലോ. അങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 7ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്കും നമുക്ക് സ്കൂളിൽ ഒരു പ്രോഗ്രാം വന്നു. എന്താണ് ആ പ്രോഗ്രാം എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തോ ആനിവേഴ്സറി പോലെയോ എന്തോ ഒരു പ്രോഗ്രാം. നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഓരോരുത്തർ ഓരോ വേഷമൊക്കെ കെട്ടി റോട്ടിൽ കൂടി നടന്ന് നമ്മുടെ ടി ഡി സ്കൂളിലാണ് ഞാൻ 8 തൊട്ട് +2 വരെ പഠിച്ചത്. ആ സ്കൂൾ നമ്മുടെ സ്കൂളിനേക്കാളും കുറച്ച് ദൂരത്തിലാണ്. അപ്പൊ ആ സ്കൂളിലേക്ക് എല്ലാവരും നടന്നു പോകണം. നമ്മുടെ സ്കൂളിൽ നിന്ന് ആ സ്കൂളിലേക്ക് കാൽനടയായിട്ട് നടന്നു പോകണം. അപ്പൊ എല്ലാവരും ഓരോ വേഷം കെട്ടിയിട്ട് വേണം അങ്ങനെ പോവാൻ. അപ്പൊ തിരുവാതിരയുടെ വേഷമാണ് എനിക്ക് കെട്ടാൻ വന്നത് കേട്ടോ. അപ്പൊ തിരുവാതിരയ്ക്ക് വേണ്ടി സെറ്റ് മുണ്ട് വേണം, സെറ്റ് സാരി വേണം, അങ്ങനത്തെ സാധനങ്ങൾ വേണം. അപ്പൊ നമ്മുടെ വീട്ടിലാരും ഈ സെറ്റ് മുണ്ട്, സെറ്റ് സാരി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉടുക്കത്തില്ല. അപ്പൊ അയ്യോ സെറ്റ് മുണ്ടിന് എന്ത് ചെയ്യും, സെറ്റ് സാരിക്ക് എന്ത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ. അപ്പൊ അന്ന് ടീച്ചർ ഇങ്ങനെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ വേഷം കെട്ടണമെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെയും കാറ്റഗറി ആയിട്ട് തിരിച്ച് ഇന്ന ആൾക്കാർ ഒപ്പന, ഇന്ന ആൾക്കാർ തിരുവാതിര അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി വീട്ടിൽ വന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഉമ്മീനോട് പറഞ്ഞു, ഉമ്മി ഇങ്ങനെ ഇത് കെട്ടണമെന്ന് പറയണ്. അയ്യോ പൊന്നെ സെറ്റ് മുണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സെറ്റ് മുണ്ടിന് വേണ്ടി പിറ്റേ ദിവസം നമ്മുടെ അടുത്തൊരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മൂമ്മ എനിക്കൊരു സെറ്റ് മുണ്ട് വേണം. അപ്പൊ അമ്മൂമ്മയുടെ കയ്യിലാണെങ്കിൽ ഇഷ്ടംപോലെ സെറ്റ് മുണ്ടുണ്ട്, പുതിയ സെറ്റ് മുണ്ടുകൾ, പഴയത്, അങ്ങനെ ഒരുപാട് സെറ്റ് മുണ്ട്. അമ്മൂമ്മ ഈ സെറ്റ് മുണ്ട് മാത്രമേ ഉടുക്കുള്ളൂ. അപ്പൊ സ്കൂളിലെ പരിപാടിക്ക് വേണ്ടിയാ എനിക്ക് തിരുവാതിരയിൽ ഇങ്ങനെ ഉടുക്കാൻ വേണ്ടി ആ സെറ്റ് മുണ്ട് വേണമെന്നൊക്കെ പറഞ്ഞു. അതിനെന്താ മോളെ എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയിട്ട് നിറയെ സെറ്റ് മുണ്ട് കാണിച്ച്, നിനക്ക് ഇതിൻ്റെ അകത്ത് ഏത് വേണമെങ്കിലും നീ കൊണ്ടുപോക്കോന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം മതി എന്നൊക്കെ പറയുമ്പോൾ ഇല്ല പുതിയതുണ്ട്, നീ ഇത് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു നല്ല സെറ്റ് മുണ്ടി അമ്മൂമ്മ തന്നെ കേട്ടോ. അപ്പൊ ഈ സെറ്റ് മുണ്ടും വാങ്ങിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്ലൗസ് വേണമല്ലോ. അപ്പൊ എനിക്ക് ബ്ലൗസില്ല, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാർ എവിടെ നിന്നാണ് ബ്ലൗസ്. അപ്പൊ എൻ്റെ ഉമ്മയുടെ ബ്ലൗസ് ഉണ്ടായിരുന്നു. അപ്പൊ ഉമ്മി എന്നോട് പറഞ്ഞു ബ്ലൗസ് ചെറുതാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തയ്യൽ മെഷീൻ ഉണ്ട്. അപ്പൊ ഉമ്മിയാണെങ്കിൽ ആ ബ്ലൗസ് എടുത്തിട്ട് തയ്യൽ മെഷീനിൽ ഇരുന്ന് എൻ്റെ ഈ ബ്ലൗസ് ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനാണെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ പിറ്റേ ദിവസം എങ്ങനെ ഒരുങ്ങണമെന്ന്, നമ്മൾ അങ്ങനെയാണല്ലോ ഒരുങ്ങണമെന്നൊക്കെ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ അടിപ്പാവാട. അപ്പൊ ഞാൻ ഉമ്മീനോട് പറഞ്ഞു, ഉമ്മി ഈ നാളെ പോകുമ്പോഴത്തേക്കും ഈ സെറ്റ് മുണ്ടിന് എനിക്കൊരു അടിപ്പാവാട വേണമല്ലോ, അത് ഏത് അടിപ്പാവാട കൊടുക്കുമെന്ന്. അപ്പൊ ഉമ്മി പറഞ്ഞു, ഇതൊരു ക്രീം കളറല്ലേ, ഈ സെറ്റ് മുണ്ട് ഒരു ക്രീമും വൈറ്റൊക്കെ കൂടി ഒരു കളറല്ലേ, അങ്ങനെ ഒരു കളറ് എനിക്കുണ്ട്, ഞാൻ എൻ്റെ അണ്ടർ സ്കേർട്ട് നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അലമാരി നോക്കിയിട്ട് ഉമ്മി ഒരു അണ്ടർ സ്കേർട്ട് എടുത്ത് വെച്ചു. അപ്പൊ ഉമ്മി എന്നോട് പറഞ്ഞു, അത് ഇപ്പൊ തന്നെ ഇട്ട് അഴുക്കാക്കണ്ട, നാളെ സ്കൂളിൽ പോകുമ്പോൾ അതൊക്കെ ഇട്ട് ബ്ലൗസൊക്കെ ഇട്ട് ഈ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് പോയാൽ മതിയെന്ന്. അപ്പൊ എനിക്കാണെങ്കിൽ ഇല്ല, എനിക്ക് ഇപ്പോൾ ഉടുത്ത് നോക്കണം, എനിക്ക് റിഹേഴ്സൽ ചെയ്ത് നോക്കണം, നാളെ പോകുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കണമെന്നും പറഞ്ഞ് ഞാൻ ഈ അടിപ്പാവാടയൊക്കെ എടുത്ത് വള്ളിയൊക്കെ കെട്ടി ഈ ബ്ലൗസൊക്കെ ഉമ്മിയുടെ ബ്ലൗസ് ചെറുതാക്കി പാകമാക്കി തന്നത് അതുമെല്ലാം എടുത്തിട്ട് കേട്ടോ. ഈ ബ്ലൗസ് വിട്ട് ഈ അടിപ്പാവാടയൊക്കെ ഇട്ട് ഞാനിങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഫാഷൻ ഷോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്നെ ഉമ്മി കണ്ടിട്ട് അവിടെ എന്താ തിരിഞ്ഞെന്നേ, നീ ഒന്ന് തിരിഞ്ഞെന്നേ, പുറകിലെന്താ. പെട്ടെന്ന് എന്നെ ഉമ്മി കണ്ടിട്ട് അവിടെ എന്താ തിരിഞ്ഞെന്നേ, നീ ഒന്ന് തിരിഞ്ഞെന്നേ, പുറകിലെന്താ, ഈ അടിപ്പാവാടയുടെ പുറകിലെന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഈ അടിപ്പാവാടയുടെ പുറകിൽ ഈ ഒരു ബ്ലഡ് പറ്റിയിരിപ്പുണ്ട് കേട്ടോ. ഉമ്മയാണെങ്കിൽ വല്ല ലിപ്സ്റ്റിക് ആണോ പറ്റിയത്. അപ്പൊ ഈ അടിപ്പാവടെ വൈറ്റ് കളറാണല്ലോ, ഇതിൻ്റെ അകത്ത് എന്തോ ലിപ്സ്റ്റിക് പറ്റിയെന്നാണ് ഉമ്മയുടെ വിചാരം. അപ്പൊ ഞാനും അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ എന്റെ കയ്യിൽ വല്ലതും പറ്റിയ, ഞാനിങ്ങനെ കൈവച്ച് തടകിയപ്പോഴത്തേക്കും ഇതിൽ പറ്റിയതാണോ. ഈ പുലി വരുന്നേന്ന് വിചാരിച്ചിരുന്ന അവസാനം പുലി ശരിക്കും വന്നപ്പോൾ വിശ്വസിക്കാത്ത അവസ്ഥയായിരുന്നു ഗൈസ്. അതായത് പീരീഡ്സ് ആയിട്ട് എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഉമ്മയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ അവിടെ ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവസാനം ഞങ്ങൾ ഉറപ്പ് വരുത്തി ഗൈസ്. ഉറപ്പ് വരുത്തി കഴിഞ്ഞ് പിന്നെ എൻ്റെ പൊന്നേ നാണം വരുന്നു. കാത്തിരുന്നതല്ലേ വർഷങ്ങളോളം, ഒന്നായാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടിപ്പോയി കട്ടിലേ പോയി കിടന്നു കേട്ടോ. അപ്പൊ തന്നെ ഉമ്മിക്കാണെങ്കിൽ ടെൻഷൻ കൊണ്ടുപോയി, അയ്യോ എന്ന് പറഞ്ഞ ഭയങ്കര ടെൻഷൻ. അപ്പൊ തന്നെ നൈസായിട്ട് വാപ്പിനെ വിളിച്ച് പറഞ്ഞു,
ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വാപ്പിനെ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ മുറി കിടക്കുക. അപ്പൊ വാപ്പി വരുവാ. വാപ്പി വന്നപ്പോഴാണെങ്കിൽ കുറെ ഫ്രൂട്ട്സ്, ലഡുവും ജിലേബി എന്തൊക്കെയോ അറിഞ്ഞപ്പോ തന്നെ കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചോണ്ടാണ് കേട്ടോ വന്നത്. അപ്പൊ വാപ്പിക്കാണെങ്കിൽ എന്ത് വാങ്ങിക്കണമെന്നൊന്നും ഒരു എത്തും പിടിയില്ല. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയില്ല. അപ്പൊ ഉമ്മിനോട് ചോദിക്കുന്നുണ്ട് ഫോണിൽ കൂടി, എടി എന്ത് മേടിക്കണം, ഒക്കെ എന്താ മേടിക്കേണ്ടത്? അപ്പൊ ഉമ്മി പറഞ്ഞാ കുറച്ച് എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലും മേടിച്ചോണ്ട് വാ. സംഭവം നടന്നല്ലോ, അറിഞ്ഞതേ ഉള്ളല്ലോ. അപ്പൊ അറിയുമ്പോ തന്നെ എന്തെങ്കിലും മധുരം കൊടുക്കാം എന്നുള്ള രീതിയിൽ വാപ്പിയ. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഇത് പുറത്ത് ആരോടും പറയരുത്, ഇത് ആരും അറിയരുത് എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ വാപ്പിയാണെങ്കിൽ വരുന്ന വഴിയിൽ ബേക്കറി കയറി ഫ്രൂട്ട്സും ഈ മധുര പലഹാരങ്ങളൊക്കെ മേടിക്കാൻ നേരുന്നത്. അപ്പൊ സൂര്യയുടെ അച്ഛൻ ബേക്കറി നിൽപ്പുണ്ടായിരുന്നു കേസ്. സൂര്യയുടെ അച്ഛൻ്റെ ബേക്കറി വെച്ച് കണ്ടപ്പോ എന്താണ് പതിവില്ലാണ്ട് എന്താണ് ഇതൊക്കെ മേടിക്കണത്, ഈ ലഡുവും ജിലേബിയൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഡൗട്ട് അടിച്ച് പുള്ളി ചോദിച്ചതാണ്. ഉടനെ വാപ്പി പറഞ്ഞു, അവൾക്ക് തത്തക്ക് ഇങ്ങനെ ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ അവരച്ഛന്മാരല്ലേ, അച്ഛന്മാര് പറയുമല്ലോ. അപ്പൊ സൂര്യയുടെ അച്ഛൻ ചെന്ന് സൂര്യയുടെ വീട്ടിൽ സൂര്യയുടെ അമ്മയോട് പറഞ്ഞു. അങ്ങനെ സൂര്യയുടെ അമ്മ അങ്ങനെ നമ്മളെ അയൽവാസികൾ തൊട്ടപ്പുറത്തല്ലേ വീട്, അങ്ങനെ എല്ലാവരും ഒക്കെ അറിഞ്ഞു കേട്ടോ. എനിക്ക് നാണം വന്നിട്ട് ഓടിപ്പോയി മുറി കിടക്കാണ്. വാപ്പിയാണെങ്കിൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് അകത്തേക്ക് വന്ന്. അപ്പൊ ഞാൻ മുറി കിടക്കാം. എനിക്കാണെങ്കിൽ ചിരി തന്നെ എന്താ എക്സ്പ്രഷൻ, അത്രയും നാള് നമ്മൾ അച്ഛന്മാരെ കാണുമ്പോൾ ഒരു എക്സ്പ്രഷൻ അല്ല. വാപ്പിയാണെങ്കിൽ എന്റെ മുഖത്ത് നോക്കി ഒരു ചിരി. അപ്പൊ ഞാനാണെങ്കിൽ അയ്യോ ഞാൻ അറിഞ്ഞോണ്ടല്ല, ഞാൻ മനഃപൂർവ്വമല്ല പറ്റിപ്പോയതാ ആ ഒരു രീതിയിൽ. അപ്പോൾ വാപ്പിക്ക് ഭയങ്കര സന്തോഷമാണ്. അച്ഛന്മാർക്കും അമ്മമാർക്കും ഭയങ്കര സന്തോഷമാണ് ആ സമയത്ത്. അപ്പോൾ ഉമ്മിയാണെങ്കിൽ ഓടിപ്പോയി അടുത്തെൻ്റെ ആൻറ്റിമാരൊക്കെ ഉണ്ട്, ആൻറ്റിമാരോടും ഉമ്മുമാരും അവരോടൊക്കെ ഉണ്ട്, അവരോടൊക്കെ പറഞ്ഞു. ഇപ്പം ഇവരാണെങ്കിൽ ഇത് കേട്ടപ്പോൾ തന്നെ രാത്രി ഒരു 2 മണിക്കൂർ പോലും ആയില്ല, ഇവർ ഓടി വന്നിട്ട് എനിക്ക് നാണം കാരണം ഞാൻ കട്ടിലെ കമന്ന് കിടക്കുവാ. നാണം കാരണം ഞാൻ ഒരു മനുഷ്യനെ നോക്കുന്നില്ല. എല്ലാവരും വന്ന് എടി തത്തേ എന്നെ എല്ലാവരും തത്തേന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കണം. തത്തേന്ന് പറഞ്ഞ എന്നെ കൊട്ടി വിളിച്ചിട്ടൊന്നും ഞാൻ നോക്കുന്നില്ല. അയ്യോ എനിക്ക് നാണം വന്നി ഷൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ. ഒരു ദിവസം സ്കൂൾ വിട്ട് ഞങ്ങൾ വരികയാണ്. അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. ഞങ്ങൾ നടന്നു വരാൻ നേരത്ത്, അവളുടെ പേര് റുക്സാന എന്നാണ്. അപ്പം ഞാനും റുക്സാനയും കൂടി നടന്നു വരികയാണ്. നടന്നു വരാൻ നേരത്ത് ഞങ്ങൾ എന്തോ ഓടിയതാണ്. ഓടിയപ്പോഴേക്കും ഇവള് കാല് തെറ്റി വീണപ്പോൾ നിറച്ച് മെറ്റൽ കിടപ്പുണ്ടായിരുന്നു. ഈ മെറ്റൽ ഇവളുടെ തലയിലേക്ക് കുത്തിക്കേറിയിട്ട് ചോര എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ചോര വരാൻ തുടങ്ങി. ഒരു മെറ്റലിന്റെ കഷ്ണം ഇവളുടെ നെറ്റിയിലേക്ക് തറച്ച് കയറി. ഇപ്പൊ ഇവളുടെ ബാഗിന്റെ ഉള്ളിൽ ടവലുണ്ടായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഇവള് എടി ടവലുണ്ട്, ബാഗിൽ ടവലുണ്ട്. അപ്പൊ ഞാൻ എന്റെ കൈ കൊണ്ട് ഇവളുടെ നെറ്റിയൊക്കെ പൊത്തി പിടിച്ചിട്ടൊന്നും ഈ ചോര നിൽക്കുന്നില്ല. അവള് കുറെ തുടച്ച് കളയുന്നു, ചോര നിൽക്കുന്നില്ല. എനിക്കും ടെൻഷനായി, അവൾക്കും ടെൻഷനായി. ഞാൻ പെട്ടെന്ന് അപ്പൊ ഇവളുടെ ഈ ടവൽ എടുത്തിട്ട് ഈ ടവല് കൊണ്ട് പൊത്തി പിടിച്ച് ഈ ചോര നിൽക്കണമല്ലോ. അങ്ങനെ അപ്പൊ കൈ നിറച്ച് ചോരയായപ്പോ ഞാൻ എന്ത് ചെയ്ത്, എന്റെ മേത്തേക്ക് ഈ ചോര ഇത് കയ്യിൽ നിന്ന് പോകണമല്ലോ. അപ്പൊ വേറെ ഒന്നും തുടയ്ക്കാനില്ല. ഈ ടവലാണെങ്കിൽ നിറച്ച് ചോരയിൽ കുതിർന്നു പോയി. അപ്പൊ എന്റെ മേത്തൊക്കെ ഈ ഇത് ചോര അവിടെ ഇവിടെയൊക്കെ തേച്ച് വെച്ചിട്ടാ. അതാണ് ഗൈസ് വൻ കോമഡി. അന്ന് ഞാൻ അപ്പൊ ഇവളുടെ വാപ്പിയുടെ കട തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങൾ നേരെ ഇവളുടെ വാപ്പിയുടെ കടയിലേക്ക് ചെന്നു. വാപ്പി ഇതേ തല പൊട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ നേരെ വാപ്പി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി എന്തോ സ്റ്റിച്ചോ കാര്യങ്ങളൊക്കെ ഇട്ടെന്ന് തോന്നണം. അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ ഞാനാണെങ്കിൽ അവളുടെ വാപ്പിയുടെ കടയിൽ കൊണ്ടുപോയി ഭദ്രമായിട്ട് ആക്കി കൊടുത്തു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ ചെന്ന് ഞാൻ യൂണിഫോം ഒക്കെ ഊരിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എൻ്റെ ഉമ്മയാണെങ്കിൽ, ഞങ്ങളുടെ അടുത്തൊരു മാമിയുണ്ട്, ഞങ്ങൾക്കൊരു മാമിയുണ്ട്. എൻ്റെ ഉമ്മയാണെങ്കിൽ മാമിനെയും പോയി വിളിച്ചോണ്ട് വന്നേക്കണേ, എന്നെ ഇത് അറിയിക്കാതെ. ഞാൻ പീരീഡ്സ് ആയെന്നും പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ഉമ്മി. അപ്പൊ എന്നോട് പറഞ്ഞിട്ടില്ല, എന്നെ അറിഞ്ഞിട്ടില്ല. എൻ്റെ ടോപ്പിലൊക്കെ ഈ സ്റ്റെയിൻ കണ്ടു. നമ്മൾ തുടയ്ക്കുന്നത് ഈ താഴ്ഭാഗത്താണല്ലോ, നമ്മൾ കൈ തുടക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ തുടയ്ക്കുന്നത്. അപ്പൊ ഈ ടോപ്പിലൊക്കെ ഈ സ്റ്റെയിൻ കണ്ടു, ഈ ബ്ലഡിന്റെ സ്റ്റെയിൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചോണ്ട് വന്നു. പിന്നെ ഈ ചർച്ചയായി കാര്യമൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇങ്ങനെ റുക്സാന ഞങ്ങൾ വന്ന വഴിക്ക് അവള് കാല് തെറ്റി വീണു, മെറ്റല് തലയിൽ കയറി. അപ്പൊ ഞാനത് ആ ചോര കൈവച്ച് തുടച്ചു അതാണെന്ന്. ഉടനെ ഈ മാമീനും ഉമ്മീനെ പറയാനൊന്നുമില്ല ഏടി. അപ്പോൾ ടെൻഷനാണ് അമ്മമാർക്ക്. ആ പ്രായത്തിൽ നമ്മുടെ അമ്മമാർക്ക് ടെൻഷനാണെന്ന് ഞാൻ അതാണ് പറഞ്ഞത്. ആകുമോ, പുറത്തൊക്കെ പോവാമോ, സ്കൂളിൽ പോകുമ്പോൾ ഈ പീരീഡ്സ് ആവോ എന്നുള്ള ടെൻഷനാണ്. അങ്ങനെ നമ്മുടെ അടുത്തുള്ള എല്ലാവരും അറിഞ്ഞു. പിന്നെ ഉള്ള ഒരു 7 ദിവസം എന്ന് പറഞ്ഞാൽ വീടിനുള്ളിൽ തന്നെയാണ് ഗൈസ്. എന്റെയൊക്കെ സ്വഭാവത്തിന് ഒരു മിനിറ്റ് ഞാൻ വീട്ടിലിരിക്കല. എപ്പോഴും സൂര്യയുടെ വീട്ടിലും മറ്റേ കൂട്ടുകാരിയുടെ വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിയായിരിക്കും. വേറെ എങ്ങോട്ടും പോയാലും തൊട്ടടുത്ത് കൂട്ടുകാരികളുടെ കൂടെ തന്നെ കളിയായിരിക്കും. 7 ദിവസത്തെ ആ ഒരു എന്താ പറയണം, മറ്റേ സെൻട്രൽ ജയിലിൽ പൂട്ടിയിട്ട പോലത്തെ അവസ്ഥയായിരുന്നു. ശരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ജയിൽവാസം പോലെയാണ് തോന്നിക്കൊണ്ടിരുന്നത്. പക്ഷെ ആഗ്രഹിച്ച പോലെ തന്നെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് നിറച്ച് പഴം, മുട്ട, ലഡു, ജിലേബി, മുന്തിരി, ആപ്പിൾ, ഓറഞ്ച്. നമുക്ക് പക്ഷെ കോമഡി എന്താണെന്നറിയാവോ, ഒരു സാധനം നമുക്ക് ആ സമയത്ത് തിന്നാൻ തോന്നത്തില്ല. നമുക്ക് കൊതി തന്നെ, നമുക്ക് തിന്നാൻ തോന്നുന്ന സാധനം ഒന്നും. കാരണം
ഇതെല്ലാം കൂടി കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കൊതി പോകും, നമ്മുടെ വിശപ്പ് പോകും. നമ്മൾ ഓടിക്കളിച്ച് നടന്ന് വൈകുന്നേരം വരെ പറമ്പിലും തോട്ടിലും ഒക്കെ കളിച്ച് കൂട്ടുകാരുമായിട്ട് കളിച്ച് വീട്ടിൽ ഓടി വന്ന് കാണുമ്പോൾ വിശപ്പ് കാരണം നമ്മൾ കിട്ടുമ്പോൾ കഴിക്കുന്ന ആ ഒരു അവസ്ഥയല്ല. ഇത് പുറത്തേക്ക് പോകുന്നില്ല, കളിക്കുന്നില്ല, വിയർക്കുന്നില്ല, ശരീരം അനങ്ങുന്നില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ ഇതൊക്കെ കണ്ടാൽ കഴിക്കാൻ വിശപ്പില്ല, കഴിക്കാനും തോന്നുന്നില്ല. വെറുതെ മുറിച്ചൊരു കഷ്ണം തിന്ന് മുട്ട ചിക്കി തരുന്നു, മുട്ട പുഴുങ്ങിത്തരുന്നു, മുട്ട കമത്തിയിടുന്നു, മലത്തിയിടുന്നു, പല രീതിയിൽ ഉണ്ടാക്കി തന്നാലും നമുക്ക് വേണ്ട. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും കൊതി വരാൻ തുടങ്ങും കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ സൂര്യനെ കാണാൻ പറ്റുന്നില്ല, ബെസ്റ്റ് ഫ്രണ്ട്സിനെ ആരെയും കാണാൻ പറ്റുന്നില്ല, ആരും എൻ്റെ വീട്ടിലേക്ക് വരുന്നില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാകാൻ തുടങ്ങി ഗൈസ്. പക്ഷെ ഈ പീരീഡ്സ് ഒന്നും വേണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേദനയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആദ്യം പീരീഡ്സ് ആയപ്പോൾ ഒരു വളരെ കുറച്ച് ചെറിയൊരു ഡ്രോപ്സ് ഓഫ് ബ്ലഡ് മാത്രമേ കണ്ടുള്ളൂ. സാധാരണ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ 7 ദിവസം നമുക്ക് ഈ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. 7 ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ബ്ലഡ് ഒക്കെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ മാസം, ഒരു മാസം കഴിയുമ്പോൾ പിറ്റേ മാസം പിന്നെയും വരും, അങ്ങനെയാണല്ലോ. അപ്പൊ എനിക്കാണെങ്കിൽ ആ ഫസ്റ്റ് ഡേ കണ്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2-ാം ദിവസം 3-ാം ദിവസം ഒന്നും എനിക്കൊന്നും ഒരു ബ്ലഡോ സ്റ്റെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ വേദനയില്ല, ഒന്നുമില്ല. അപ്പൊ എന്റെ വിചാരം ഇങ്ങനെയാണോ, എനിക്ക് വേദനയൊന്നുമില്ല. അപ്പൊ എന്റെ മറ്റേ ഫ്രണ്ട് ആണെങ്കിൽ ഭയങ്കര വേദനയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, വേദനയൊന്നുമില്ല. എനിക്ക് ഒരുപാട് ഡ്രസ്സ്, ഒരു 10-13 ഡ്രസ്സൊക്കെ എനിക്ക് അന്ന് കിട്ടിയിടുന്നു. അപ്പൊ എന്റെ റിലേറ്റീവ്സ്, ബന്ധുക്കള്, നമ്മുടെ അയൽവക്കക്കാരെല്ലാരും കൂടിയൊക്കെ വന്നു. എന്റെ അമ്മായിമാരും എന്റെ അപ്പച്ചിമാർ, എൻ്റെ അമ്മായിയും എൻ്റെ അപ്പച്ചിമാരും എല്ലാവരും കൂടിയൊക്കെയാണ് എന്നെ കുളിപ്പിച്ചത്. നമ്മുടെ അമ്മമാരൊന്നും നമ്മളെ കുളിപ്പിക്കില്ല, ആ ചടങ്ങ് അങ്ങനെയാണ്. നമ്മുടെ അമ്മായിമാരും അപ്പച്ചിമാരും ഒക്കെ കുളിപ്പിക്കുന്നത്. അപ്പൊ അവരൊക്കെ നമ്മളെ കുളിപ്പിച്ചു. എൻ്റെ പൊന്നെ, ആ സമയത്തെ നാണം ഒന്നൊന്നര നാണമായിരിക്കും ഗൈസ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളാണെങ്കിൽ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അമ്മ തോർത്തും കൊണ്ട് വന്ന വാതിലൊക്കെ അടച്ചു പിടിച്ച് തോർത്ത് മാത്രം തന്നാ മതി എന്നും പറഞ്ഞ് എടുത്ത് കുളിക്ക്. അത്രയും നാണം കാണിക്കുന്ന സമയമാണ് നമ്മൾ ആ ഒരു 7-ാം ക്ലാസ്, ആ ഒരു പ്രായം. അപ്പോഴാണ് ഈ കുളിയുടെ അന്ന് നമ്മുടെ അപ്പച്ചി, നമ്മുടെ അമ്മായിമാരെല്ലാരും കൂടി ഒരു ബാത്റൂമിൽ നമ്മളെ നിർത്തി കുളിപ്പിക്കുന്നത്. തൊലി ഉരിഞ്ഞു പോകും, അത്രയും നാണം. നമുക്ക് ഭയങ്കര ഒരു അവസ്ഥയാണത്. ഇപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ആ സമയത്തൊക്കെ അവരാണ് കുളിപ്പിക്കുന്നത്. അത് അവരുടെ ഒരു അവകാശമാണെന്നാണ് പറയണത്, അങ്ങനെ നമ്മളെ കുളിപ്പിക്കുന്നത്. അതൊരു സുഖമാണ് കേട്ടോ. അതായത് ഒരു സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് എല്ലാവർക്കും അത്. അങ്ങനെ കുളിപ്പിച്ച് നമ്മളെ പുതിയ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് അത്രയൊക്കെ പൂശി മുല്ലപ്പൊക്കെ വെച്ച് നമ്മൾ ആ 7 ദിവസം കണ്ണാടിയൊന്നും നോക്കാൻ സമ്മതിക്കില്ലായിരുന്നു, കണ്ണാടിയൊന്നും നമ്മളെ കാണിക്കില്ലായിരുന്നു. ബിരിയാണിയൊക്കെ വെച്ച് എല്ലാരെയും വിളിച്ച്, അപ്പൊ എല്ലാരും എൻ്റെ ആഗ്രഹം പോലെ തന്നെ മോതിരം, ചെയിൻ, ഗോൾഡ്, സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടു, ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് തന്നു, വാച്ചൊക്കെ കൊണ്ടുവന്ന് കെട്ടി, അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു. അപ്പൊ ആദ്യമായിട്ട് കണ്ണാടി കൊണ്ടുവന്ന് കാണിച്ചു. കണ്ണാടി കണ്ടപ്പോ എന്നെ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഗൈസ്. ഇത്രയും ഗ്ലാമർ വെച്ചാ, ഇത് കൊള്ളാല. പുറത്തേക്ക് ഇറങ്ങുന്നില്ല, കളിക്കുന്നില്ല, നല്ല ഫുഡ് തിന്നുന്നു, വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അന്ന് എന്റെ കൂട്ടുകാരിക്ക് നല്ല ഗ്ലാമർ വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എന്നെ കണ്ട് ഞാൻ തന്നെ ഞെട്ടി. ഇത് കൊള്ള, അടിപൊളിയായിട്ടുണ്ട്, ലുക്കായിട്ടുണ്ടെന്നൊക്കെ എനിക്ക് തന്നെ തോന്നി. ശരിക്കും പീരീഡ്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ പീരീഡ്സ് ആയ വിവരം എൻ്റെ ഉമ്മയും മറ്റേ മാമീനോട് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരിക്കും പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ആ മാമീനെ ചെന്ന് വിളിച്ചിട്ട്, മാമി എടി സത്യമാണ് അന്ന് എന്നെ വിളിച്ച് പറ്റിച്ച പോലെ ഇപ്പോഴും അങ്ങനെയാണോ, നീ ശരിക്കും നോക്കിയോ, ശരിക്കും ഉറപ്പ് വരുത്തിയോ, അവളായത് തന്നെയാണോ, അന്ന് കൂട്ടുകാരിയുടെ മറ്റേ തലപൊട്ടിയേരി ഓരോ തേച്ച് വെച്ചിട്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത്, അങ്ങനെയൊക്കെ ചോദിച്ചു. ഉമ്മയാണ് ഇല്ല മാമി ഇത് ഒറിജിനലാണ്, ഇത് സത്യമായിട്ട് ആയെന്നൊക്കെ പറഞ്ഞാണ് മാമിനെ പോയി വിളിച്ചുകൊണ്ട് വന്നത്. കാരണം ആദ്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് മാമിക്ക് രണ്ടാമത് ചെന്ന് വിളിച്ചപ്പോൾ ഒരു ടെൻഷൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്ക് എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് അന്നത്തെ ദിവസം അപ്പൊ എനിക്ക് പുറത്തിറങ്ങാൻ ഞാൻ ഇങ്ങനെ വെമ്പി നിൽക്കുകയാണല്ലോ കളിക്കാൻ വേണ്ടി. എല്ലാവരും പറഞ്ഞു കുളി കഴിഞ്ഞേ പുറത്തിറങ്ങാവുള്ളൂ, അതായത് ഈ 7-ാമത്തെ ദിവസം കുളി ഉണ്ട്, ആ ചടങ്ങ് കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങാവുള്ളന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാനാണെങ്കിൽ ഈ കുളിയുടെ ദിവസം വരാൻ കാത്തിരിക്കുകയാണ്, പുറത്തിറങ്ങാനും കൂട്ടുകാരെ കാണാനും കളിക്കാനും ഒക്കെ. അങ്ങനെ ഉച്ചയായപ്പോൾ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, മറ്റേ സിപ്പപ്പുകാരൻ നമ്മുടെ റോട്ടിൽ കൂടി അപ്പൊ ഈ ഐസ്ക്രീമും സിപ്പപ്പും കൊണ്ട് ഒരു ചേട്ടൻ പോണ്ടിൻ്റെ അടിച്ച് ഈ പുള്ളിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ നേരെ റോട്ടിലോട്ട് ഓടിയതാണ്. എൻ്റെ പൊന്നെ, വീട്ടിൽ നിന്ന് ഇറങ്ങി റോട്ടിലേക്ക് ഓടി, ഇനി പോകാമല്ലോ എന്നാണ് എൻ്റെ വിചാരം. ഉടനെ എൻ്റെ മാമി എവിടെ പോണേ ഇങ്ങോട്ട് വന്ന് വീട്ടിൽ കയറെന്നും പറഞ്ഞ് എന്നെ ഓടിച്ച് വീട്ടിൽ കയറ്റി കേസ്. ഇങ്ങനെയൊന്നും ഇനി പെമ്പിളേരി ഇനി പഴയ പോലെ ഒന്നും ഓടാനും ചാടാനും ഇങ്ങനെ അങ്ങാടി ഇത് പണ്ടത്തെ പോലെ കളിച്ചു നടക്കാനും അങ്ങനെയൊന്നും പാടില്ല. അവരൊക്കെ അങ്ങനെയാണല്ലോ. ഇനി പെൺകുട്ടികൾ കുറച്ച് അടക്കം ഉണ്ടായിരിക്കണം, ഒതുക്കം ഉണ്ടായിരിക്കണം. ഇനി പണ്ടത്തെ പോലെയല്ല, വലുതായി ഇപ്പൊ വലിയൊരു പെങ്കൊച്ചായി. ഈ പീരീഡ്സ് ആയി കഴിയുമ്പോൾ എല്ലാവരും അങ്ങനെ പറയണത്, വലിയൊരു പെങ്കൊച്ചായി. ഇനി ഇപ്പൊ അറിയാൻ മേലാത്ത ആൺകുട്ടികളോടൊന്നും സംസാരിക്കരുത്, ആൺകുട്ടികളോടൊന്നും ഇടപഴകരുത്, ഓടിച്ചാടി നടക്കരുത്. ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത്രയും നാളില്ലാത്ത ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു ഗൈസ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ദൈവം ഇത് ശരിക്കും ഒരു പാരയായിരുന്നല്ലേ. പുറത്തു പോകാൻ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല, നേരത്തെ പോലെ നടക്കാൻ പറ്റുന്നില്ല, ഒച്ചയും സംസാരിക്കാൻ പാടില്ല, കുറേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ മാസമായി കഴിഞ്ഞപ്പോൾ എൻ്റെ വിചാരം എന്താണ്, എല്ലാ മാസവും ഇതുപോലെ കിട്ടുമോ? പിറ്റേ മാസം ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല, ഒരാളും തിരിഞ്ഞു നോക്കാനുമില്ല. ഉടുപ്പും കിട്ടുന്നില്ല, ഇതുപോലെ ഫ്രൂട്ട്സും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നുമില്ല, വീട്ടിൽ ആരുമില്ല. എല്ലാ മാസവും പിന്നെ നമ്മൾ ഇതുപോലെ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ പിറ്റേ മാസം ആയപ്പോഴത്തേക്കും ആദ്യം ആയപ്പോൾ ഒരു ഇച്ചിരി ബ്ലഡ് സ്റ്റെയിൻ കണ്ട പോലെയല്ല, 7 ദിവസവും നല്ല രീതിയിൽ. കാരണം ഈ ആദ്യത്തെ പീരീഡ്സ് ആയപ്പോൾ നമ്മൾ അങ്ങനത്തെ ഫുഡല്ലേ കഴിച്ചത്, നല്ല ബ്ലഡൊക്കെ വരുന്ന നല്ല ഫ്രൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ കഴിച്ചത്. അതുകൊണ്ട് പിറ്റേ മാസം ഞാൻ ആയപ്പോഴേക്കും ആ 7 ദിവസവും നല്ല രീതിയിൽ ബ്ലഡൊക്കെ വന്നു. അങ്ങനെ പിറ്റേ മാസമാണ് ആദ്യമായിട്ട് വേദന വരാൻ തുടങ്ങിയത്. വേദന എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വേദനയായിരുന്നു ഗൈസ്. ഉയ്യോ, തിരിഞ്ഞു കിടക്കുന്നു, കമന്ന് കിടക്കുന്നു, തലങ്ങണി എടുത്ത് വെക്കുന്നു, കട്ടിലേക്ക് കിടന്ന് ഉരുളുന്നു, കരയുന്നു, മറ്റേ ഉലുവ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു. പിന്നെ പിറ്റേ മാസം തൊട്ട് വേദന. ആ വേദന എനിക്ക് വർഷങ്ങളോളം വേദന ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കുഞ്ഞപ്പനെ പ്രസവിക്കുന്നത് വരെ എനിക്ക് നല്ല വേദന, വയറുവേദന, വേറൊന്നുമില്ല. വയറുവേദന സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ് എല്ലാ മാസവും. ആ ഒരു 4-5 ദിവസം നല്ല വേദനയായിരിക്കും. കുഞ്ഞപ്പന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അവനെ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് എൻ്റെ വയറുവേദന എനിക്ക് മാറിയിട്ട് നേരെ നടുവേദന. ഈ വയറുവേദന നേരെ നടുവേദനയായി മാറാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് നടുവേദനയാണ് ഗൈസ്. നല്ല നടുവേദന ഉണ്ടാവും. അത് ആ 3-4 ദിവസം ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല വേദനയായിരിക്കും. പിന്നെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഇതെങ്ങാനും പിന്നെ എപ്പോഴും കരച്ചിലും ബഹളവും പ്രാർത്ഥനയായി, ദൈവമേ ഇതൊന്ന് നിക്കണേ, ഞാൻ വെറുതെ പറഞ്ഞാണേ, എനിക്ക് ഈ പീരീഡ്സ് ഒന്നും വേണ്ടേ, ഇതൊന്ന് നിന്നാ മതി എന്നും പറഞ്ഞ് കരച്ചിലും ബഹളമായി. അപ്പൊ ഞാൻ ഈ ഒന്ന് ആയാ മതി എന്നും പറഞ്ഞ് നടക്കുമ്പോ ഈ എൻ്റെ അമ്മൂമ്മമാരും വീടിന്റെ അടുത്തുള്ള ആന്റിമാരൊക്കെ എല്ലാവരും എന്നെ കളിയാക്കും. എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഒന്നായാ മതി എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും. ഈ 2 സാധനങ്ങളും ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് നമ്മൾ പെൺകുട്ടികള്, സ്ത്രീകള് പീരീഡ്സ് ആവുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ എല്ലാ മാസവും വരുന്ന ബ്ലഡ് ഉണ്ടല്ലോ, ആ ബ്ലഡ് ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇടുന്ന ഇന്നർ വെയറിൽ, നമ്മുടെ പാൻറ്റീസിൽ നമ്മൾ ഇത് ഒട്ടിച്ച് വെക്കും. ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ ഈ പാഡിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്, പുറകിലും ഒരു സ്റ്റിക്കർ ഉണ്ടാകും, ഈ നടുഭാഗത്തും ഇതിങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ടാകും. ഈ സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞിട്ട് നമ്മുടെ പാൻറ്റീസിൽ നമ്മൾ ഇത് ഒട്ടിച്ച് വെക്കും. എന്നിട്ട് സാധാരണ പാൻറ്റീസ് ഇടുന്ന പോലെ നമ്മൾ ഇടും. അപ്പൊ നമുക്ക് വരുന്ന ബ്ലഡ് മൊത്തം ഇത് പഞ്ഞിയാണ് കേട്ടോ ഉള്ളില്. ഇത് ബ്രെഡൊന്നും അല്ല, ഇതിന്റെ പാക്കറ്റ് കാണും. ഒരു 8-10 ഉള്ള പാക്കറ്റ് ഉണ്ടാവും. ഇത് കാണുന്നവരൊക്കെ ഇത് ബ്രെഡാണെന്ന് തെറ്റിദ്ധരിക്കും, അറിയാൻ മേലാത്തവര്. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെയാണത്, ബ്രെഡ് എന്നൊക്കെ എല്ലാവരും പറയും. അപ്പോൾ ഇത് നല്ല പഞ്ഞിയാണ്. അപ്പോൾ നമ്മുടെ ഈ ബ്ലഡ് എല്ലാം ഇത് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ മേത്തൊന്നും പറ്റൂല, നമ്മുടെ പാൻറ്റീസിലോ നമ്മുടെ ഉടുപ്പിലോ ഒന്നും ആകൂല. പണ്ടുള്ള നമ്മുടെ അമ്മമാരും നമ്മുടെ അമ്മൂമ്മമാരൊക്കെ തുണിയായിരിക്കും ഉപയോഗിക്കുന്നത്. ഈ പീരീഡ്സിന്റെ സമയത്ത് അവർ തുണിയായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഈ പാഡ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പിന്നെയും കാലം മാറി. ഇപ്പൊ പാഡിന് പകരം മെൻസ്ട്രൽ കപ്പാണ് ഗൈസ് ഉപയോഗിക്കുന്നത്. പാഡിനേക്കാളും എന്തുകൊണ്ടും എത്രയും നല്ലത് ഈ മെൻസ്ട്രൽ കപ്പാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ഇത് കത്തിച്ച് കളയണം, ഇത് ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇത് പ്ലാസ്റ്റിക് ആണ്, പുറമേ ഒരു പ്ലാസ്റ്റിക് പോലത്തെ സംഭവമാണ്, ഉള്ളിൽ പഞ്ഞി. അപ്പൊ ഇത് ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ മെൻസ്ട്രൽ കപ്പ് ആകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ചാൽ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ലോണം സ്റ്റെറിലൈസ് ചെയ്ത്, അതായത് നല്ലോണം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴുകിയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. കഴുകി ഉപയോഗിച്ചാൽ മതി. പാഡൊക്കെ എന്ന് പറഞ്ഞാൽ 3, 4, 5 പാഡൊക്കെ നമ്മുടെ ബ്ലീഡിങ്ങിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. കാരണം അത്രത്തോളം ബ്ലഡാണ് നമുക്ക് ആ ഒരു 7 ദിവസം ഉണ്ടാവുന്നത്. ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കാണുവാണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ നാണിക്കേണ്ട കാര്യം ഒന്നുമില്ല കേട്ടോ. നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അനിയത്തിയും ചേച്ചിയും എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പാഡ്. നമുക്ക് നോർമലായിട്ട് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്നതാണ് ഈ പീരീഡ്സ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഇതൊരു ഇപ്പൊ നിങ്ങളുടെ ചേച്ചിക്കോ നിങ്ങളുടെ അനിയത്തിക്കോ നിങ്ങളുടെ അമ്മയ്ക്കോ ഒക്കെ പെട്ടെന്ന് പീരീഡ്സ് ആയി, അവരുടെ കയ്യിൽ പാഡ് ഇല്ല, ഉപയോഗിക്കാൻ പെട്ടെന്ന് പാഡ് ഇല്ലെങ്കിൽ ഒരു കടയിൽ ചെന്നൊരു പാഡ് മേടിച്ചു കൊടുക്കാൻ ഒരിക്കലും നിങ്ങൾ നാണക്കേടൊന്നും വിചാരിക്കരുത്, നിങ്ങൾ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കരുത്. ഈ അനിയത്തിമാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും ആൺമക്കളോട് എടാ ഒരു പാക്കറ്റ് പാഡ് പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ കടയിൽ നിന്ന് പറയാനും നാണക്കേട് വിചാരിക്കരുത്. ആൺകുട്ടികളെയാണോ പാഡ് വാങ്ങിക്കാൻ കടയിൽ പറഞ്ഞു വിടുന്നത്? നാണക്കേടല്ലേ ആൺകുട്ടികളെ പറഞ്ഞു വിടുന്നത്? അങ്ങനെയൊന്നും വിചാരിക്കരുത്. ആ സമയത്തുള്ള നമ്മുടെ അനിയത്തിമാരുടെയും ചേച്ചിമാരുടെയും അമ്മമാരുടെയൊക്കെ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ആ വേദന, പെയിൻ, ആ സമയത്ത് വാശി പിടിക്കുകയും ബഹളം വെക്കുകയും അത് ചെയ്തതാമ്മേ ഇത് ചെയ്തതാമ്മേ, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, മറ്റേത് എനിക്ക് ആ ഫുഡ് പറ്റത്തില്ല, എനിക്ക് ഞാൻ പറയുന്നു അത് തന്നെ വേണം അമ്മ, എനിക്ക് അത് അങ്ങനെ ഒന്നും പറയരുത്. ഇപ്പൊ ചേച്ചിമാർക്കൊക്കെ ആണെങ്കിലും പീരീഡ്സ് ആയിരിക്കുന്ന സമയത്താണെങ്കിൽ അവരോട് ഇടികൂടാനോ അവരെ ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നും നിങ്ങൾ ചെല്ലാൻ നിൽക്കരുത്. ആൺകുട്ടികളോടാണ് കേട്ടോ പറയുന്നത്. കാരണം അവരുടെ എന്തായിരിക്കും മൂടെന്ന് പറയാൻ
പറ്റില്ല. ഈ പീരീഡ്സിന്റെ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വേദനയിൽ ദേഷ്യത്തിലിരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ എടി റിമോട്ട് തന്നിടി, എടി അത് നാടി, അത് മറ്റേതാടി മറച്ചാടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇടിപിടിക്കാൻ ചെല്ലണ്ട. തിരിച്ച് എന്താണ് നിങ്ങൾക്ക് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു സമയം അങ്ങനത്തെ സമയമാണ്. ആ സമയത്തൊക്കെ അമ്മമാര് ചേച്ചിമാരോട് എന്തെങ്കിലുമൊക്കെ അത് ചെയ്തേ ഇത് ചെയ്തേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അമ്മേ ചേച്ചിക്ക് വയ്യാത്തല്ലേ അത് ഞാൻ ചെയ്തോളാം അങ്ങനെ പറയണം. അങ്ങനെ പറയാൻ പഠിക്കണം ആൺകുട്ടികൾ. അമ്മമാരാണെങ്കിലും വീട്ടിലുള്ള മുതിർന്നവരാണെങ്കിലും ആൺകുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നതുകൊണ്ട് എനിക്കൊരു നാണക്കേടും തോന്നുന്നില്ല. നിങ്ങളും ഇത് നല്ലൊരു മെസ്സേജ് ആയിട്ട് മാത്രം വിചാരിക്കുക. ഗൈസ്, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മോള് കമന്റ് ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. ചേച്ചിയുടെ ഫസ്റ്റ് പീരീഡിന്റെ എക്സ്പീരിയൻസ് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ് ഈ വീഡിയോ. ഗൈസ്, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു വീഡിയോ മറക്കാതെ എല്ലാവരും ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.